ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ് UI UX ആക്ച്വലി. ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫീൽഡിൽ നിന്നുള്ളവർക്കും ഇതിലേക്ക് വരാം. ഇപ്പം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഫിഗ്മ തന്നെയാണ്. ബേസിക്കലി മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസ് ആണെന്നുള്ളത്. ട്രാവൽ ചെയ്ത് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. ലൈക്ക് ദേ ഡോണ്ട് സ്റ്റേ ഇൻ വൺ പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് ചെയ്ത് അങ്ങനെ ഇല്ല, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടൊരു റോൾ ഇനി വരാനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് ആക്ച്വലി ഒരു അപ്കമിങ് ഹോട്ട് ട്രെൻഡിങ് റോളാണ് ആക്ച്വലി. ആസ് എ UI/UX ഡിസൈനർ നിങ്ങൾക്ക് ഈ കളർ, ടോൺസ്, ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഇതിലൊക്കെ ഭയങ്കര ഐഡിയാസ് ഉണ്ടാവുമല്ലോ. സോ റിയൽ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മേ ബി ക്ലോത്ത്സ്, ഹോം ഡെക്കോർ, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാറുണ്ടോ? ഹായ് ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ പോഡ്കാസ്റ്റ് വിത്ത് അസ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് എൻട്രി ആപ്പ് സീനിയർ പ്രൊഡക്റ്റ് ഡിസൈനർ മിസ്റ്റർ നിയാസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UI/UX ഡിസൈൻ ഓർ പ്രൊഡക്റ്റ് ഡിസൈനിൻ്റെ കറൻറ്റ് മാർക്കറ്റ്, എന്തൊക്കെ ഡെവലപ്മെൻറ്റാണ് അവിടെ വരാൻ പോകുന്നത് എന്നൊക്കെയാണ്. സോ വെൽക്കം നിയാസ്. ഹായ്, എന്താണ് വിശേഷം? സുഖമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിയാസിൻ്റെ ഒരു ഓവറോൾ ജേർണി ഒന്ന് പറഞ്ഞുതരൂ. ലൈക്ക് വാട്ട് ഡിഡ് യു സ്റ്റഡി, എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത്, എങ്ങനെ എൻട്രിയിലേക്ക് എത്തി, ഈ ഒരു കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ആക്ച്വലി പഠിച്ചതും ഇപ്പം ചെയ്യുന്നതും വലിയ ബന്ധമില്ല മീൻസ് ടെക് ഫീൽഡ് തന്നെയാണ് എന്നുള്ള ബന്ധം മാത്രമല്ല. ഞാൻ MCA ആണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഡെവലപ്മെൻ്റ് ആയിരുന്നു. ആൻഡ്രോയിഡ് ആപ്പ്, ലൈക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇംഗ്ലീഷ് കീബോർഡ് മോസ്റ്റ് ഓഫ് ദി മലയാളീസ് ഉപയോഗിക്കുന്ന ആപ്പാണ്. അപ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ ലൈക്ക് ഡിസൈനും കൂടെ ചെയ്യുമായിരുന്നു. ഫുൾ ടൈം അല്ലെങ്കിലും ചില സജഷൻസും അല്ലെങ്കിൽ നേരെ ഡിസൈൻ ചെയ്യുക അങ്ങനെയൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോഴാണ് ഡിസൈനിങ് കുറച്ചും കൂടെ ലൈക്ക് ഫുൾ ടൈം ഫോക്കസ്ഡായി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻട്രിയിലൊരു ഓപ്പണിംഗ് വന്നപ്പം അപ്ലൈ ചെയ്തു. ഇപ്പം എൻട്രിയിൽ 3 to 4 years ആയിട്ട് ഇപ്പം എൻട്രിയിലാണ്. സോ നിയാസ്, ആക്ച്വലി നമ്മളിപ്പം എൻട്രിയിൽ ഒരുപാട് കോഡിംഗ് കോഴ്സസ് ഉണ്ടല്ലോ. സോ നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വി ഡിഡ് എ ബേസിക് റിസർച്ച്. സോ നമുക്ക് മനസ്സിലായതാണ് UI/UXന് ദർ ഇസ് എ മാർക്കറ്റ്. ഒരുപാട് പേര് അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. സോ UI/UX ഡിസൈൻ ഈ ഒരു മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫീൽഡിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ് UI/UX ആക്ച്വലി. ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫീൽഡിൽ നിന്നുള്ളവർക്കും ഇതിലേക്ക് വരാം. ഇപ്പം എൻട്രിയിലെ ടീം തന്നെയാണ് പറയുകയാണെങ്കിൽ നമ്മൾ 4 ഡിസൈനേഴ്സാണുള്ളത് UI/UX ചെയ്യുന്നവർ. അപ്പോൾ അതിൽ ഒരാളാണ് ഡിസൈൻ ഫുൾ ടൈം പഠിച്ചത്. ഞാൻ വരുന്നത് MCA ബാക്ക്ഗ്രൗണ്ടാണ്, വേറൊരാൾ വരുന്നത് BTech ആണ്, വേറൊരു ടീം മെമ്പർ ഉള്ളത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ളവർക്ക് ഈ ഫീൽഡിലേക്ക് ലൈക്ക് ഈസിയാണ്, ലൈക്ക് ട്രാൻസിഷൻ ഈസിയാണ്. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു പാർട്ട് വരും. ലൈക്ക് ഒരു ഡിസൈനിങ് വരുമ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിൽ അനലിറ്റിക്സ് പാർട്ട് വരുന്നുണ്ടാവും, സൈക്കോളജി വരുന്നുണ്ട്. അപ്പോൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവർ കുറേ വരുന്നുണ്ട്. കാരണം ഇതിൽ UX പാർട്ട് ഈസ് ഹോൾ അബൌട്ട് സൈക്കോളജി. പിന്നെ ആർക്കിടെക്ചർ ബാക്ക്ഗ്രൗണ്ട് എന്ന് എനിക്കറിയുന്ന കുറേ പേര് അവിടുന്ന് ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അത്യാവശ്യം ഉള്ള ഫീൽഡ് തന്നെയാണ് ഇപ്പോൾ UI/UX. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UI/UX എന്ന് പറയുന്ന സമയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഡിസൈനിന് യൂസ് ചെയ്യുന്നത് കൂടുതൽ അഡോബ്, ഇലിസ്ട്രേറ്റർ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് തോന്നുന്ന ഫിഗ്മയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഇപ്പോൾ ഫിഗ്മ മാത്രമാണോ അതോ ഇപ്പോഴും അഡോബും ഇലിസ്ട്രേറ്ററൊക്കെ വേണോ? ഇപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഫിഗ്മ തന്നെയാണ്. വേറെ സ്കെച്ച് എന്ന് പറഞ്ഞിട്ടൊരു സിമിലർ ടൂൾ ഉണ്ടായിരുന്നു, അതും മുന്നേ ഉണ്ട്. പക്ഷെ അത് മാക്കിൽ മാത്രം ലിമിറ്റഡ് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ അഡോബി പ്രോഡക്ട്സിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിരുന്നു. ലൈക്ക് യൂണിയുടെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഒരു മിനിമം റിക്വയർമെൻറ്റ് കുറച്ച് സാധനങ്ങളുണ്ട്. ഫിഗ്മെൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്താ, അത് സ്റ്റാൻഡേർഡ് ആവാനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലൗഡ് ബേസ്ഡ് ടൂളാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും ഒരു മിനിമം ലാപ്പ് ലൈക്ക് അത്ര വലിയ പെർഫോമൻസ് ഹെവി അല്ലാത്ത ലാപ്പ് ഉണ്ടെങ്കിലും അത് വർക്കാവും. ഒരുപാട് പേർക്ക് മൾട്ടിപ്പിൾ ഒന്നിച്ച് അതിൽ വർക്ക് ആയിരുന്നു. അതൊക്കെ ആയിരുന്നു ആദ്യത്തെ സ്റ്റാർട്ടിങ്. പിന്നെ ഓൾസോ ഇത് UI/UX സ്പെസിഫിക് ടൂളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പുതിയ ഫീച്ചേഴ്സ് വരുന്നതാണെങ്കിലും എന്താണെങ്കിലും ഇത് UI/UX സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്ക്രീൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബട്ടൺ ഉണ്ടാക്കാമെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബട്ടൺ ഉണ്ടാക്കിയത് ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ ഫിഗ്മയിലുള്ളൊരു ഫീച്ചറാണ് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കമ്പോണൻറ്റ് നമ്മളൊരു ബട്ടൺ ഒരു ബ്ലൂ കളറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബട്ടൺ തന്നെ കോപ്പി ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ഒരു ദിവസം വന്നിട്ട് നമ്മുടെ മാനേജറോ ഓർ സ്റ്റേക്ക് ഹോൾഡർ ആരെയും വന്നിട്ട് പറയാണ്
നീല വേണ്ട, പച്ച മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം ഉണ്ടാക്കിയ ആ കമ്പോണൻറ്റിൽ മാത്രം കളർ മാറ്റിയത്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ എല്ലാ സ്ക്രീനിലും അതിൻ്റെ കളർ മാറും. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ആണല്ലോ കൂടുതലും. വെബ് അല്ലെങ്കിൽ മൊബൈൽ ആപ്സ് ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിലൊരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡെവലപ്മെൻറ്റ് പാർട്ടും ഉണ്ട്. ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഒരു ഡെവലപ്പർ വന്ന് അത് ചെയ്യണം. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻസൈറ്റ്സും അല്ലെങ്കിൽ കോഡും മെഷർമെൻറ്റ്സും അതൊക്കെ പെട്ടെന്ന് കിട്ടും. മുമ്പ് അഡോബിയിലും അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിലൊക്കെ ഫോട്ടോഷോപ്പിൽ ഇല്ലുസ്ട്രേറ്ററിലൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷർമെൻറ്റൊക്കെ നമ്മൾ തന്നെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഇപ്പം ഫിഗ്മയിൽ ഈസിലി നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതാണ് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് ഇപ്പം പോകുന്നത്. ഓക്കെ. അപ്പോൾ എൻട്രിയിൽ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ഡിസൈനർ ഹയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രീ റിക്വസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഇവിടെ വെക്കാറുള്ളത്? നമ്മൾ ഇപ്പം എൻട്രി വർക്ക് ചെയ്യുമ്പോൾ ഫിഗ്മ തന്നെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിഗ്മയിൽ അത്യാവശ്യം നല്ല നോളജ് അല്ലെങ്കിൽ ഡെപ്ത്ത് വേണമെന്നുള്ളതൊരു ഇമ്പോർട്ടൻസ്. കാരണം നമ്മൾ ഡിസൈൻ സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ. അപ്പം അതൊക്കെ കുറച്ചൊരു നോളജ് ഉണ്ടെങ്കിലാണ് ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഉള്ളത് അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ബേസ്ഡ് ആണ് ആൾക്കാരെ ലൈക്ക് ഹയർ ചെയ്യുന്ന സമയത്ത് പോർട്ട്ഫോളിയോ നോക്കിയിട്ടാണ്. റെസ്യൂമേ എന്ന് പറഞ്ഞൊരു സംഭവമല്ല ഇവിടെ, പോർട്ട്ഫോളിയോ ആണ് ബേസിക്കലി. നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് പോവുകയുള്ളൂ. പോർട്ട്ഫോളിയോ തന്നെയാണ് കൂടുതൽ നോക്കുക. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ തന്നെ മോസ്റ്റ്ലി പ്രോസസ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോസ് വരും. ഞാൻ ഇതൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനായിട്ട് നമ്മൾ വെയിറ്റേജ് കൊടുക്കുക റിസൾട്ട് ഉള്ളതാണ്. ലൈക്ക് ഇതൊക്കെ ചെയ്തു എന്നിട്ട് എന്താണ് ചെയ്തതെന്നും കൂടെ ഒരു വിഷ്വൽ ഫസ്റ്റ് അപ്രോച്ച് കുറച്ച് വിഷ്വലി നല്ലതാണെങ്കിൽ ലൈക്ക് പ്ലീസിങ്, അല്ലെങ്കിൽ പ്ലീസിങ് എന്നല്ല ലൈക്ക് അതിലെ പ്രോബ്ലംസും എല്ലാം നല്ല രീതിയിൽ സോൾവ് ചെയ്ത് വിഷ്വലി നല്ലൊരു പ്രസന്റേഷൻ ഒരു ഇതുണ്ടെങ്കിലത് നോക്കിയിട്ടാണ്. അല്ലാണ്ട് പ്രീവിയസ്ലി ഒരു ആപ്പ് ആയിട്ട് വർക്ക് ചെയ്യണം, ഒരു ഫുൾ ഫ്ലെഡ്ജ് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അവിടെ നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ 2 സ്ക്രീൻ ആണെങ്കിലും അതിലിപ്പോൾ ഒരു പ്രോബ്ലം വന്നത് അതെങ്ങനെ സോൾവ് ചെയ്തു. ഇപ്പം അല്ലെങ്കിൽ വെബും ഇപ്പം നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡെസ്ക്ടോപ്പിനും മൊബൈലിനും ഉണ്ടാക്കും. അപ്പോൾ അതിനെങ്ങനെ റെസ്പോൺസീവ് ലേഔട്ട് എന്ന് പറയും, അതെങ്ങനെ അപ്രോച്ച് ചെയ്തു, അങ്ങനത്തെ പ്രോബ്ലംസ് അതൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള വിഷ്വൽ ഇതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ പേഴ്സണലി ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇ കൊമേഴ്സ് ഫോർ ഷോപ്പിംഗ് മിന്ത്രയാണ്. വേറെ പല ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും മിന്ത്ര തന്നെ യൂസ് ചെയ്യുന്നു. അതുപോലെ ഇപ്പം സ്വിഗ്ഗി, സെപ്റ്റോ, ബ്ലിങ്കിറ്റ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ. പക്ഷേ സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അതിലൊരു ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും റീസൺ ഉണ്ട്? ഇപ്പോൾ മിന്ത്ര തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് വേറെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഹോം ഡെക്കോർ ഐറ്റം ആണെങ്കിൽ ആക്ച്വലി വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ മിന്ത്ര തന്നെ നോക്കുന്നു. അത് എൻ്റെ ഹെഡിലുള്ള എൻ്റെ ഒരു തോട്ട് കൊണ്ടാണോ അതോ മിന്ത്രൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്തെങ്കിലും അവിടെ ബിൽഡ് ചെയ്തതിൻ്റെ പ്രത്യേകതയാണോ? അത് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ആണ്. ഇപ്പം എനിക്കൊന്ന് നമ്മൾ ആപ്പിന് കാട്ടി ബെറ്റർ എക്സാമ്പിൾ പറയാ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓംലേറ്റിൻ്റെ എക്സാമ്പിൾ എടുത്ത് പറയാം. തട്ടടയിൽ ഓംലേറ്റ് കിട്ടും, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഓംലേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആക്ച്വലി പ്രൈസും സിമിലറാണ്. ബേസിക്കലി അങ്ങനെ വരില്ല, പക്ഷേ 20 രൂപയാണ് രണ്ടിടത്ത് ഓംലെറ്റ് എന്ന് വിചാരിക്കുക. എന്നിട്ട് ചിലവർ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കും. ലൈക്ക് ഇപ്പം എന്താണ് അവിടുത്തെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ എന്താണ് എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈജീനും സാധനങ്ങളൊക്കെ. അപ്പോൾ അവർ അവിടേക്ക് നോക്കും. പക്ഷേ ചിലവർക്ക് 20 രൂപയാണെങ്കിലും പ്രൈസ് മാത്രം ആയിരിക്കില്ല. നമുക്കൊരു ഇൻറ്റിമിഡേറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ. 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇനി വേറെ ഹിഡൻ ചാർജസ് ഉണ്ടോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും. ഇപ്പോൾ പ്രൈസ് ഹിഡൻ വേറെ ഒന്നും ഇല്ല, 20 തന്നെ, ഫ്ലാറ്റ് 20 തന്നെയാണെങ്കിലും അവിടെ പോയി എങ്ങനെ ഇത് ഓർഡർ ചെയ്യാം, ലൈക്ക് അവിടുത്തെ രീതികൾ വരെയാണ്, അങ്ങനെ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. പക്ഷേ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പം തട്ടടയിൽ വൈകുന്നേരം പോയി ഒരു കട്ടൻ ചായ ഒരു ഓംലെറ്റ് ഒക്കെ കുടിക്കുന്ന എക്സ്പീരിയൻസ് അത് വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവിടെ ചിലപ്പോൾ ഇതേപോലെ ഹൈജീൻ പ്രശ്നമായിട്ട് പോകാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്കൊന്ന് അതേ അപ്രോച്ച് തന്നെയാണ് ആപ്സ് വരുന്ന സമയത്തും. ഇപ്പം ആമസോണിലൊരു പ്രോഡക്റ്റ് നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു 4 ഓപ്ഷൻ കിട്ടും. അപ്പോൾ അവർക്ക് അതായിരിക്കും ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ദേ നീഡ് മോർ ഓപ്ഷൻസ് ടു ലുക്ക്. അപ്പോൾ അതായിരിക്കും, പക്ഷെ അത് അവർ കോൺഷ്യസ്ലി എടുക്കുന്ന തീരുമാനം. ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഐ ഗെറ്റ് ഓവർവെൽം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് മിന്ത്രനോട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് ഇതായിരിക്കും, അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഇപ്പം ബിസിനസ് സൈഡ് പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആയിരിക്കില്ല ചിലപ്പോൾ മിന്ത്ര ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ്. അപ്പോൾ അവരതിനനുസരിച്ച് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അതാണ് അതിൻ്റെ UX പാർട്ട്. ലൈക്ക് ആ ടാർഗറ്റ് ഓഡിയൻസിന് അവർ പ്ലീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ ഡിസൈൻസ് ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക്സ് ആണ്. ആസ് എ UI UX ഡിസൈനർ നിങ്ങൾക്ക് ഈ കളർ,
ടോൺസ്, ഡിസൈൻ പ്രിൻസിപ്പൾസ്, ഇതിലൊക്കെ ഭയങ്കര ഐഡിയാസ് ഉണ്ടാവുമല്ലോ. സോ റിയൽ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മേ ബി ക്ലോത്ത്സ്, ഹോം ഡെക്കോർ, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാറുണ്ടോ? എല്ലാത്തിലും ഇല്ല, പക്ഷെ ചില സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ലോങ് ടേം സാധനങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടിൽ ഒരു ടൈലിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിലൊക്കെ പോയി മൂഡ് ബോർഡൊക്കെ ഉണ്ടാക്കി, അത് ആക്ച്വലി ഇവിടുന്ന് കിട്ടിയ ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്നല്ല, ഒരു ഹാബിറ്റാണ് ആക്ച്വലി. അപ്പോൾ അത് നോക്കി, പക്ഷേ ഇതൊരു പ്രശ്നം ചെയ്ത് ചിലപ്പോൾ പോയി അവിടെ കിട്ടുമൊന്നുമില്ല, കടയിൽ പോയാൽ ഈ ടൈൽ കിട്ടുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആലോചിക്കും അതിന് മുമ്പ് കുറച്ചും കൂടെ പ്ലാനിങ് അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഹ്യൂമൻസ് ആയിട്ടുള്ള ലൈക്ക് ഇതിൽ കുറേ സൈക്കോളജിക്കൽ പാർട്ടുണ്ട് ആക്ച്വലി UX പാർട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എമ്പത്തറ്റിക്കൽ ആവാൻ പറ്റും. ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് നമ്മളോട് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആൾ ഷൗട്ട് ചെയ്തെന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. ലൈക്ക് ഇതായിരിക്കും ആളുടെ മൈൻഡ് സെറ്റ് ഉണ്ടായത്, അല്ലാണ്ട് അയാൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു ബാഡ് ആവുന്നതിന് വരെ കുറച്ച് എമ്പതി കൂടി വരെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര നൈസ് ആണല്ലോ. ഈ കളേഴ്സിന് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പം നമ്മളിപ്പം ചില റൂംസിലൊക്കെ നമ്മൾ റാൻഡം ആയിട്ട് പറയും യെല്ലോ പെയിന്റ് അടിക്കും, ഗ്രീൻ പെയിന്റ് അടിക്കും. ആക്ച്വലി ദർ ഇസ് എ സയൻസ് ബിഹൈൻഡ് കളേഴ്സ്, റൈറ്റ്? അപ്പം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടാവില്ല. ഇപ്പം പറയുമല്ലോ, നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് വെൻ യു എൻ്റർ ഇൻ ടു യെല്ലോ കളർഡ് റൂം ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും, പക്ഷേ അതേസമയം ബ്ലൂ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ? കളർ തിയറീസ് ഉണ്ട്, പിന്നെ അതിനെ കോൺട്രഡിക്ടറി തിയറി ഉണ്ട്. ലൈക്ക് അതാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ പിന്നെ മനസ്സിലാവും ഇവിടെ അങ്ങനെയല്ല ഇതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പം ഇപ്പം ബ്ലാക്ക് ആയിരിക്കും ചില സ്ഥലത്ത് നമ്മൾ ലൈക്ക് ഫ്യൂണറിന് പോകുമ്പോൾ ഇടുന്നത്. അപ്പോൾ ആ കൾച്ചറിലുള്ള ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് കുറച്ചും കൂടെ ഒരു ഇതായിട്ടായിരിക്കും. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ വൈറ്റ് ആണ് കാണുന്നത്, അപ്പോൾ അവർക്ക് അസോസിയേറ്റ് ആവുന്നത് അങ്ങനത്തെ ഒരു ചെറിയൊരു ന്യൂആൻസസും അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈക്ക് നമ്മൾ ഡീപ്പർ പോകുമ്പം ഇങ്ങനത്തെ സൈക്കോളജിയിൽ കോൺട്രഡിക്ഷൻ വരുന്നതും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം. അപ്പോൾ അവിടേക്കാണ് നമുക്ക് ഈ റിസർച്ചൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് പ്യൂർലി ക്രിയേറ്റീവ് മാത്രമല്ല, കുറച്ച് ലോജിക്കൽ സൈഡും കൂടി ഉണ്ട് UI UXന്. ലോജിക്കൽ കുറേ ഉണ്ട് ആക്ച്വലി. നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് ആയിട്ടായിരിക്കും. പിന്നെ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും ഇതിൻ്റെ. ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്ലയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ കുറേ പേരുണ്ടാവും. അപ്പോൾ ഗോൾസ് ഉണ്ടാവും. ചിലപ്പോൾ ബിസിനസ് ഗോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പുതിയ ഫീച്ചർ ചെയ്യുകയാണെങ്കിൽ ആ ഫീച്ചർ എവിടെ വെക്കണം എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ അകത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതിയായിരിക്കും. പക്ഷേ ബിസിനസ് ഗോൾ ചിലപ്പോൾ അതിന് കുറച്ചും കൂടി ട്രാക്ഷൻ കിട്ടണമെന്നായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബിസിനസ് ഗോൾസ് വരുന്നുണ്ടാവും. പിന്നെ ലോജിക്കൽ ചില സമയത്ത് നമ്മൾ വൺ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെവലപ്മെൻറ്റിന് ചിലപ്പോൾ ഒരു 1 month എടുക്കുന്ന ഡിസൈൻ ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരാഴ്ച ഉള്ളെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ ന്യൂആൻസസ് ഇതിലുണ്ട്. പിന്നെ ഇപ്പം മൊത്തത്തിൽ AI വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു AIൻ്റെ ഹെൽപ്പും കൂടി എടുത്തിട്ടാണല്ലോ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. UI UXലും അങ്ങനെ AI ടൂൾസ് ഒക്കെ ഇപ്പം ഉണ്ടോ? ഡയറക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടൂൾസ് ഇങ്ങനെ ബിൽഡായി വരുന്നേ ഉള്ളൂ. പക്ഷേ കുറേ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഇമേജ് നമ്മൾ നേരത്തെ സ്റ്റോക്ക് ഇമേജസ് എടുത്തുകൊണ്ടിരുന്നതിന് പകരം ലൈക്ക് നമ്മളിപ്പോൾ കുറച്ചും കൂടി ജനറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങി ലൈക്ക് ഇമേജസ് ഒക്കെ. പിന്നെ ഇപ്പോൾ ഈ റിസർച്ചിൻ്റെ പാർട്ട് പറഞ്ഞപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഡീപ്പ് റിസർച്ച് ടൂൾസൊക്കെ ഉണ്ട്. പെർപ്ലസിറ്റി അങ്ങനെ, അല്ലെങ്കിൽ ChatGPT തന്നെ ഡീപ്പ് റിസർച്ച് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി റിസർച്ച് ഡീപ്പ് ഡൗൺ ചെയ്യാൻ അങ്ങനത്തെ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പം ബട്ടൺസിലൊക്കെ കാണുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ടൈറ്റിൽ അങ്ങനത്തെ ടെക്സ്റ്റിനൊക്കെ നമ്മൾ ഇതുപോലെ AI ടൂൾസൊക്കെ ഉപയോഗിക്കും, കുറച്ചും കൂടി എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. ഇത് ആക്ച്വലി എല്ലാ സെക്ടേഴ്സിലും ഇപ്പോൾ UI UX യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ക്ലോത്തിങ്, ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ, പക്ഷേ ഇപ്പോൾ എനിക്ക് ഈവൻ ഹെൽത്ത് കെയറിൽ വരെ UI UX ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ എല്ലായിടത്തും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ AI പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ChatGPT എന്ന് പറഞ്ഞതൊരു കോൺവെർസേഷൻ പോലത്തെ ഒരു ടൂള് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരു ഡിസൈനർ വേണം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ മുമ്പ് ഒരാൾ ഡിസൈൻ ചെയ്തതാണ് ഈ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. എനിക്കൊന്ന് നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു യൂട്യൂബിൽ റാസ്മസ് ആൻഡർസൺ എന്ന് പറഞ്ഞിട്ടൊരു ഡിസൈനർ ഉണ്ട്. ആളുടെ ഒരു ക്യൂരിയസ് കേസ് ഓഫ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടൊരു ടോക്ക് ഉണ്ട്. സിമ്പിൾ ടോക്കാണ്. ലൈക്ക് എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അതിലൊരു എക്സാമ്പിളാണ് ഈ ബ്ലിങ്കിൻ്റെ സാധനം.
ഈ കേസർ ഇല്ല, ടെക്സ്റ്റ് കേസർ, അതെ അതെ അത് എന്തുകൊണ്ട് ബ്ലിങ്ക് ചെയ്യുന്നുള്ളത്, അത് ബ്ലിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ടൈപ്പ് വന്നിട്ടിരിക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് കേസർ കാണില്ല. ഓക്കെ പിന്നെ അതുകൊണ്ടാണ് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടെക്സ്റ്റ് കേസർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എവിടെ ടൈപ്പ് ചെയ്യുന്നുള്ളത്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ബ്രേക്ക് ഡൗൺ അതൊക്കെ അൾട്ടിമേറ്റ്ലി UX ഡിസൈനർ ആണ് ഡിസൈൻ ഇത് 90-80 സംതിങ് എന്തോ ഡിസൈൻ ചെയ്താണ് ആയിരിക്കണം. അപ്പോൾ അന്ന് UX ഡിസൈനറൊന്നും ആയിരിക്കില്ല, പക്ഷേ അതും ചെയ്തിരിക്കുന്നത് ഈ ആൾക്കാരുടെ സൈക്കോളജി, അല്ലെങ്കിൽ എങ്ങനെ നാച്ചുറലായിട്ട് കാണാം, ഇതൊക്കെ പറഞ്ഞല്ലേ ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണണം ഞാൻ എവിടെ ടൈപ്പ് ചെയ്യുന്നുള്ളത്, അങ്ങനത്തെ ബേസിക് ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ. അപ്പം അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ UX എന്ന് പറയുമ്പം ഒരു വെൻ ഡയഗ്രം ഉണ്ട്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ UX ഒരു വലിയ സർക്കിളാണെങ്കിൽ ആർക്കിടെക്ചർ വരുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ട്. ഇപ്പം മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്കൊരു സാറ്റിസ്ഫൈങ് ആണ്. പിന്നെ അത് ഡൺ ആയെന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. അതുപോലെ നോട്ടിഫിക്കേഷൻ ടോൺസ്, അതൊക്കെ ആക്ച്വലി UXൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിലൊരു ശരി, ഗൂഗിൾ പേനൊക്കെ വലിയ പാർട്ടല്ല. സൗണ്ട് പോയിട്ടില്ലെങ്കിൽ ആക്ച്വലി നമുക്ക് ആ പേയ്മെന്റ് പോയോ എന്നുള്ള ഡൗട്ട് ഉണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന പോപ്പ് വരുന്നുണ്ട്. ശരിക്കും ആശാണ് പോകുന്നത്, അത് നമ്മൾ ആലോചിക്കുന്നില്ല, പക്ഷേ ഈ സൗണ്ട് വരുമ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ ഈ ഇൻ്റർഫേസ് ഡിസൈൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ടാണ്. പിന്നെ ഇപ്പം നമ്മൾ EVs ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മഹീന്ദ്രൻ്റെ ഒക്കെ പുതിയ വണ്ടി വന്നാൽ കാണാം അതിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ആ കൺസോളൊക്കെ വരുന്നത് ഭയങ്കര, അതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഒരു UX ഡിസൈനർ തന്നെയാണ്. അപ്പോൾ എല്ലാ ഫീൽഡിലും ഇതുണ്ട് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ ഇപ്പോൾ UX പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പാഷനായി വന്നിട്ടുണ്ട്. സോ അവർക്കിപ്പം പഠിക്കുന്നതിൻ്റെ കൂടെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക എന്നുള്ളത് ഓഫ് കോഴ്സ് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഓൺലൈനിൽ ഇത് പഠിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സ്കോപ്പും കാര്യങ്ങളൊന്ന് പറഞ്ഞുതരൂ. ഇത് ആക്ച്വലി ഓൺലൈനാണ്, ലൈക്ക് ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് കുറച്ചും കൂടി ഡീപ്പ് ഡൗൺ ചെയ്ത് പോകാനൊക്കെ ബെറ്റർ ഓൺലൈനായിരിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് റിമോട്ടായിട്ട് പഠിക്കാം, സെൽഫ് ലേൺ ചെയ്യാൻ പറ്റാത്തവർക്ക്, ലൈക്ക് കുറേ പേർക്ക് ആ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാം നാളെ പഠിക്കാം. പക്ഷേ ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞതിനെക്കാട്ടി ഉപരി എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു വാട്ട് നോട്ട് ടു ഡു എന്നുള്ള സാധനമുണ്ട്. അവിടെയാണ് മെൻറ്റേഴ്സിൻ്റെ ആക്ച്വലി യൂസ്ഫുൾ വരുന്നത്. ഇപ്പം എന്താണെങ്കിലും ഇപ്പം മ്യൂസിക് പഠിക്കുകയാണെങ്കിലും ഇപ്പം പറയാം, ഇപ്പം ഗിറ്റാർ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ അത് പ്രോപ്പർലി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, ലൈക്ക് നമ്മൾ റോങ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്ട്രെയിൻ കൊടുക്കും കയ്യിലൊക്കെ. പക്ഷെ പ്രോപ്പർലി ഹോൾഡ് ചെയ്താൽ അത് സ്വീറ്റായിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ വാട്ട് നോട്ട് ടു എന്നുള്ളതും കൂടെ എനിക്കൊന്ന് ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പം നമ്മളാണെങ്കിലും പല കോഴ്സസും പഠിക്കാൻ വേണ്ടി യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ടു ബി ഓണസ്റ്റ്, ബിക്കോസ് അവിടെ ആരും പുഷ് ചെയ്യാനില്ലാത്തത് കൊണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ലൈക്ക് അത് പറ്റുന്നവർക്ക് അത് ഓക്കെയാണ്, പക്ഷേ മെജോറിറ്റി ആൾക്കാർ അത് പറ്റാത്തവരാണ്. ലൈക്ക് അവർക്ക് ഒരു ഗൈഡൻസ് വേണം. ഓക്കെ, ഇതിൻ്റെ ഒരു സാലറി റേഞ്ച് ഒക്കെ എങ്ങനെയാണ്? സാലറി റേഞ്ച് ഇപ്പോൾ ഇന്ത്യയിൽ ലൈക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2022 ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, സീറ്റ് എങ്ങാനും നടത്തിയ സ്റ്റഡിയാണ്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ്ങിൽ അവർ പറയുന്നത് നമ്പേഴ്സ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്നൊരു ബിഗിനേഴ്സിന് ഒരു 4 to 7 അങ്ങനെയൊക്കെ ആ റേഞ്ചാണ്. എനിക്ക് ഇന്ത്യയിൽ ഒരു സ്റ്റാൻഡേർഡ് അതാണെന്നാണ് അവരുടെ സ്റ്റഡിയിൽ. എനിക്ക് നമ്പേഴ്സ് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മിഡൊക്കെ ആകുമ്പോൾ ഒരു 12 LP അങ്ങനെയൊക്കെ ആ രീതിയിലേക്ക് എത്തും. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. ലൈക്ക് എനിക്കൊന്ന് ഇഫ് പീപ്പിൾ ക്യാൻ ലുക്ക് അറ്റ് ദാറ്റ് സ്റ്റഡി, അതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി അത് കിട്ടും ആക്ച്വലി. ഓക്കെ, ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടൊരു റോൾ ഇനി വരാനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് ആക്ച്വലി ഒരു അപ്കമിങ് ഹോട്ട് ട്രെൻഡിങ് റോളാണ് ആക്ച്വലി. അത് ബേസിക്കലി ഒന്നുമില്ല, ഡിസൈനും എഞ്ചിനീയറിങ്ങും ലൈക്ക് ഡിസൈൻ ചെയ്തിട്ട് ആൾ തന്നെ ഡെവലപ്പ് ചെയ്യാം, അതാണ് ആ റോളിൻ്റെ ബേസിക് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിപ്പം ഭയങ്കര പോപ്പുലറായി വരുന്നത്, സ്പെഷ്യലി ഇപ്പം AI ടൂൾസൊക്കെ വരുന്നതുകൊണ്ട് കോഡിങ്ങിൽ ഒരുപാട് ഭയങ്കര അഡ്വാൻസ്ഡ് ടൂൾസ് ഉണ്ട്. കേസർ ആണെങ്കിലും അല്ലെങ്കിൽ ക്ലോഡ് വെച്ചിട്ടാണ് കേസർ വെക്കുന്നത്, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിൽ വേറൊരു ടേമാണ് വൈബ് കോഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ദേ ഡോണ്ട് കോഡ്, ലൈക്ക് ദേ ജസ്റ്റ് ചാറ്റ് വിത്ത് ദി ഇൻ്റർഫേസ്. കേസർ ആണെങ്കിൽ അതൊക്കെ, പിന്നെ അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്, V0 ഉണ്ട്. അപ്പോൾ ദേ ഡോണ്ട് കോഡ്, ലൈക്ക് ദേ വൈബ് വിത്ത് ദ ഇൻ്റർഫേസ്. അപ്പോൾ ആ AI കോഡ് ഉണ്ടാക്കും. പക്ഷേ അതിൽ ബെസ്റ്റ് പാർട്ട് ഇതാണ്, നമുക്ക് ഡിസൈനും കൂടെ അറിയുന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്പെസിഫൈ ലൈക്ക് AIനോട് ലൈക്ക് എന്ത് ഡിസൈൻ വേണം,
എങ്ങനെ ഇത് വരണം. അപ്പം നമുക്ക് അതും കൂടി അറിയുന്നവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പം ഡിസൈൻ എഞ്ചിനീയറിംഗ് റോൾസ് എന്തായാലും എക്സ്പോണൻഷ്യലി എനിക്ക് ഗ്രോ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പം നിലവിൽ UI UX ഫീൽഡിലേക്ക് വരേണ്ട ഒരാൾക്ക് കോഡിംഗ് അറിയണം എന്നൊന്നും ഇല്ലല്ലോ. കാരണം നേരത്തെ പറഞ്ഞല്ലോ BArc കഴിയുന്നവരൊക്കെ ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒബ്വിയസ്ലി കോഡിംഗ് അറിയില്ലായിരിക്കുമല്ലോ. എനിക്കൊന്ന് ഒരു ബേസ് എന്തായാലും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കോഡിംഗ് അല്ല, പക്ഷെ ടെക്നിക്കൽ ചില ടേംസ് ഒക്കെ അറിയേണ്ടി വരുള്ളൂ. പക്ഷേ കോഡിങ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ബെറ്റർ ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ കോഡിങ് അറിയുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എങ്ങനെയാണ് കോഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ ബെറ്റർ ആവായിരിക്കും. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്, അവരൊന്നും കോഡിങ് ഫസ്റ്റ് അല്ല, അവർ ഡിസൈൻ ഫസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ആർക്കിടെക്ചറിന് ഞാൻ പറഞ്ഞു, എൻ്റെ 2 ഫ്രണ്ട്സ് ഇതുപോലെ ഇപ്പം UI UX മാറിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം നല്ല റോളിൽ അത്യാവശ്യം ഹൈ പേയിങ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ കോഡിങ് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. സോ നിയാസിന് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത് എന്താണ്? ലൈക്ക് ഇപ്പോൾ BCA MCA കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലോട്ടേക്ക് വന്നതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും, പിന്നെ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നതിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ? ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. കാരണം നമ്മളിപ്പോൾ എപ്പോഴും എഡ്യൂക്കേഷൻ പറയുന്ന സമയത്ത് നമ്മൾ സിലബസിനും സിസ്റ്റത്തിനൊക്കെ കുറ്റം പറയുമെങ്കിലും ആക്ച്വലി അത് കുറേ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് MCAയിൽ ഫൈനൽ സെമസ്റ്ററിൽ ഒരു സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ UI UX കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പോയപ്പോഴാണ് ഡിസൈനിൽ ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ ചില സമയത്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ, ഇപ്പോൾ നമ്മളൊരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് അതുപോലെ ഡിസൈനിൽ ഇംപ്ലിമെൻ്റ് ആണെങ്കിൽ അതിന് സ്ക്യൂം ഓഫീസ് എന്ന് വരും. അപ്പം അങ്ങനെ അതും, പിന്നെ അന്ന് ആൻഡ്രോയിഡിൻ്റെ പുതിയ ഡിസൈൻസ് ഒക്കെ വരികയാണ്. അപ്പോൾ അതൊക്കെ നോക്കി പോയപ്പോഴാണ് ഇത് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എക്സൈറ്റിംഗ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ഉപയോഗിക്കുന്ന ആപ്സ് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് അനലൈസ് ചെയ്യും. ഇപ്പം സ്പോട്ടിഫൈ ആണെങ്കിലും യൂട്യൂബൊക്കെ ആണെങ്കിലും ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. ചില സമയത്ത് നമ്മൾ ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും നമ്മളിങ്ങനെ ആലോചിക്കും. അല്ലെങ്കിൽ ഇത് കൊള്ളാൽ, ഇത് ഇവരുടെ പ്ലേസ് ചെയ്തതിൽ ഭയങ്കര. ഇപ്പോൾ നമ്മളെപ്പോഴും കാണാം, ഒരു ബേസ് എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം പ്ലേയേഴ്സ് എപ്പോഴും, അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലാണെങ്കിൽ ഇപ്പം പ്ലേ ബട്ടൺ, പോസ് ബട്ടൺ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒക്കെ നമ്മുടെ ഹാൻഡ് റീച്ച് ചെയ്യുന്ന ഏറ്റവും ഈസിയസ്റ്റ് റീച്ച് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. അതൊരു ബേസ്, ഒരു UXൻ്റെ ഒരു പ്രിൻസിപ്പൽ സാധനമാണ്. പിന്നെ എനിക്ക് എക്സൈറ്റിംഗ് ആയി തോന്നുന്നത് ഇതുപോലെ കൊച്ചി മെട്രോയിൽ ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൽ ടാപ്പ് ചെയ്ത് കയറുന്നതും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ആരെങ്കിലും ആലോചിച്ചിട്ട് ചെയ്തതായിരിക്കും. അവർ ആ കളേഴ്സ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പം നമുക്ക് ഹാസിൽ ഫ്രീ ആയിട്ട് പോവാം. ലൈക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു, കയറുന്നു, പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പം അങ്ങനെ കുറേ ഡെയിലി ലൈഫിൽ നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻസ് കുറേ കൂടും. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് ഭയങ്കര ഇതിൻ്റെ ഒരു പാർട്ടാണല്ലോ. ഞാൻ ഈ പറഞ്ഞപ്പോൾ ആലോചിച്ചത്, നെറ്റ്ഫ്ലിക്സ് ആക്ച്വലി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ UI UXൻ്റെ? നെറ്റ്ഫ്ലിക്സ് ഇപ്പം പറയാണ്. ഇതിൻ്റെ വേറൊരു പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് പാറ്റേൺസും ഉണ്ട്. ഇപ്പോൾ ചില ആപ്സിലൊക്കെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എടുക്കുന്നത്ര ഈസി ആയിരിക്കില്ല സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡാർക്ക് പാറ്റേൺസും ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് വേറൊരു എക്സൈറ്റിംഗ് തിങ്ങാണ്. ഇപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ആപ്പിൻ്റെ പേരും അറിയുന്നില്ല, പാസ് എടുക്കണം, ലൈക്ക് ഫ്രീ ഡെലിവറി കിട്ടണമെങ്കിൽ. പക്ഷേ 20 rupees എന്തോ 19 rupees എന്തോ കൊടുത്തു കഴിഞ്ഞാൽ പാസ് കിട്ടും. അതിൽ പക്ഷേ ഫ്രീ ഡെലിവറി എന്ന് പറയുന്നത് 99 മുകളിൽ ഓർഡർ ചെയ്താൽ. പക്ഷേ ഞാൻ താഴെ പോയപ്പോൾ അവിടെ ഓൾറെഡി 99 മുകളിൽ കാർട്ടുള്ളതിൽ ഒരു ബട്ടൺ ഉണ്ട്, അത് അപ്ലൈ ചെയ്താൽ എനിക്ക് ഓൾറെഡി ഫ്രീ കിട്ടും. എനിക്ക് മറ്റേ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ ലൈക്ക് റിയൽ ലൈഫിൽ അപ്പോൾ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വരും. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ എക്സൈറ്റിംഗ് പാർട്ടാണ് ലൈക്ക് ആക്ച്വലി. അതൊക്കെയാണല്ലോ. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനം കാർട്ടിലോട്ട് ഇട്ടിട്ട് അത് ബൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ശരിക്കും ഒരു ഡിസൈനറിൻ്റെ കയ്യിലുണ്ട് അല്ലേ? കാരണം പല ആപ്പിലും നമ്മൾ പേയ്മെൻറ്റ് പേജ് ചിലപ്പം, അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ആ ഒരു മെസ്സേജ് വരുന്നത് ചിലപ്പം ബോട്ടമിലായിരിക്കും, ചിലപ്പോൾ ടോപ്പിലായിരിക്കും. ആ വിസിബിലിറ്റി മാറ്റേഴ്സ്, റൈറ്റ്? അതുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ എത്രത്തോളം എത്തിക്സ് ഉണ്ടോ ആ ഡിസൈനർക്ക്, അപ്പം അതിനനുസരിച്ച് ഇത് ഡാർക്ക് പാറ്റേൺ, ചിലപ്പോൾ ഡാർക്ക് പാറ്റേണിലേക്ക് പോകാം, അല്ലെങ്കിൽ നല്ലൊരു പാറ്റേണിലേക്ക്, ലൈക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷണൽ സ്കിൽസ് വേണം ഒരു ഡിസൈനറിനെ സംബന്ധിച്ച്. എനിക്കൊന്നും അത് ഡെവലപ്പ് ചെയ്ത് വരും. ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇല്ലെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ബെറ്റർ. ലൈക്ക് നമ്മളിപ്പം 2 റെഡ് കളർ കാണുകയാണെങ്കിൽ 2 റെഡാണെന്ന് മനസ്സിലാവുന്നുള്ള ലെവലിൽ നമ്മുടെ സ്കിൽ, അത് ചെറിയ വേരിയേഷൻസ് ആണെങ്കിൽ പോലും അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം
അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആയി വരും ആ സമയത്ത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ലേഡീസ് ആക്ച്വലി കളേഴ്സിലൊക്കെ കമ്പയർ ടു ബോയ്സ് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂസ് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊന്നും പല മെയിൽസിനും അറിയാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഗേൾസിന് കുറച്ചും കൂടി ബെറ്ററായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുമോ ഇതിൽ, അവരുടെ ആ ഒരു അങ്ങനെ ലൈക്ക് ജെൻഡർ സ്പെസിഫിക്കലി ഞാൻ പറയുന്നില്ല, പക്ഷേ ലൈക്ക് ഈസിയാണ്. ലൈക്ക് ആർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും കുറച്ചും കൂടെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ എമ്പതി ഉള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ലൈക്ക് ഒരു ഫ്രഷറിന് ഇപ്പോൾ 3 years മോർ ദാൻ 3 years ആയല്ലോ എൻട്രിയിൽ തന്നെ, ഒരു ഫ്രഷറിന് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ? ലൈക്ക് എപ്പോഴും ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പം നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്താലും അല്ലെങ്കിലും ഇപ്പം ഒരു ആപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ സ്പോട്ടിഫൈ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്തെടുക്കുക, ചുമ്മാ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഫിഗ്മയിൽ കൊണ്ടുപോയി ഇടുക, എന്നിട്ട് അതൊക്കെ വരച്ചു. ലൈക്ക് ഫിഗ്മ ഇസ് വെരി സിമ്പിൾ. ലൈക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്നിട്ട് ആ ആപ്പിൻ്റെ നമ്മൾ പണ്ട് ചിത്രം വരയ്ക്കുന്ന പഠിച്ച അങ്ങനെയല്ലേ, കോപ്പി ലൈക്ക് ഒരു ട്രേസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വരച്ച് പഠിക്കും. അതുപോലെ ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ഇതും സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പം. ലൈക്ക് നിങ്ങളൊരു ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലത് ടൂൾസൊക്കെ വെച്ച് വരച്ചു തുടങ്ങുക, എന്നിട്ട് അത് മാറ്റുക, സ്ക്രീൻ മാറ്റുക, എന്നിട്ട് അടുത്ത സ്ക്രീൻ എടുക്കുക. അങ്ങനെ ആക്ച്വലി ലൈക്ക് ഭയങ്കര ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അത് നോക്കുക. അത് ഭയങ്കര ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് ലേണിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക്. നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ഡിസൈൻ പ്രിൻസിപ്പിൾസ് വെച്ചായിട്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഒരു പ്രോപ്പർ ഫോണ്ടും ഡിസൈനിങ് കളറൊന്നും മാച്ച് ഇല്ലാത്തൊരു പോസ്റ്റർ കണ്ടാൽ നിങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര അനോയിങ് ആയിരിക്കുമല്ലോ അത്. ചിലപ്പോൾ ആ ഇവന്റിന് പോവില്ല. ഓക്കെ, അതുവരെ നിങ്ങൾ അത് വെച്ച് ഡിസൈഡ് ചെയ്യൂലേ? ഓക്കെ, നമ്മളൊക്കെ ഇപ്പോൾ ക്യാൻവ ഭയങ്കര ഈസി ആണല്ലോ. ക്യാൻവ വെച്ചിട്ട് ഒരുപാട് പോസ്റ്റേഴ്സ് ഇങ്ങനെ ചെയ്യാറുണ്ട്. മേ ബി അത് ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. കുറച്ചൊക്കെ ലൈക്ക് ക്യാൻവ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ലൈക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങാന്നുള്ളതൊരു പാർട്ടാണ് ഇതിൻ്റെ. പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ക്യാൻവ ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ലൈക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അഗെയിൻ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് തന്നെയാണ് ഇത് അല്ല, UI UX പിന്നെ ലോഗോ ഡിസൈനിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളായി നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ആക്ച്വലി കസ്റ്റമർ സൈഡിൽ ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ ഇതെല്ലാം. ലോഗോക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ കേർവ്സും സാധനങ്ങളും ഇപ്പം ആപ്പിൾ പ്രോഡക്ട്സ് ഒക്കെ പറയുന്ന സമയത്ത് പറയും ലൈക്ക് അവരുടെ എല്ലാ പ്രോഡക്റ്റിനും കേർവ്സ് വരുന്നത് ഒരുപോലെ ആയിരിക്കും, സൈഡിൽ ആ കോർണർ റേഡിയസ് വരുന്നത്. അപ്പം അതിലൊക്കെ ഭയങ്കര കാര്യമുണ്ട്. ലൈക്ക് ആൾക്കാർക്ക് അത് സബ് കോൺഷ്യസ്ലിയാണ് അതൊക്കെ ഹിറ്റാവുക ലൈക്ക് ആ സാധനങ്ങൾ. അപ്പോൾ അതുപോലെ അങ്ങനത്തെ കുറേ പാർട്സ് നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നത് ലൈക്ക് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്സ്കിൽ ചെയ്യാറുണ്ടോ അതോ? ഓഫ് കോഴ്സ്, എന്തായാലും ഇപ്പോൾ AI ടൂൾസ് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പുതിയ ടൂൾസ് ഉള്ളതെന്ന് എപ്പോഴും നോക്കും. കാരണം അപ്സ്കില്ലിങ് മാത്രമല്ല ഇതിൽ ഏറ്റവും ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്സ്കിൽ ചെയ്യുമ്പോഴുള്ളൊരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് ഈസിയാവും, ലൈക്ക് ഈസിയർ ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു 10 സ്ക്രീൻ ഒരുപോലത്തെ ചെയ്യാനുണ്ടെങ്കിൽ അതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാം എന്നുള്ള സാധനം നോക്കും നമ്മൾ. അപ്പോഴായിരിക്കും നമ്മൾ പുതിയ സാധനം പഠിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ അപ്സ്കിൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അതാണ് ലൈക്ക് ഇറ്റ് വിൽ കീപ്പ് യു അപ്ഡേറ്റഡ്. ഓൾസോ നമ്മുടെ വർക്കും കൂടെ കുറച്ച് ഈസിയർ ആക്കും. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്സ്കിൽ ചെയ്യാന്നുള്ളതും. സോ താങ്ക് യു നിയാസ് ഫോർ ദ വാല്യുബിൾ ഇൻസൈറ്റ്സ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പം എനിക്കൊന്ന് UI UX ഡിസൈനൊക്കെ പഠിച്ചാലോ എന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. അത്രയും. താങ്ക് യു സോ മച്ച്.